പിള്ളേര് പുറത്തു പോയല്ലേ? ഇന്ന് അഖിലേക്ക് പരീക്ഷ തുടങ്ങുവാണേ. അടുക്കള കുറച്ച് പണിയുണ്ട്, നമുക്കതൊന്ന് ഒതുക്കിയാലോ? എന്ത് പണി? കുറച്ച് പാത്രം കഴുകാനുണ്ട്, പിന്നെ കറിക്ക് എന്തെങ്കിലും ഒരുക്കണം. അയ്യോ വനജെ, എന്റെ കൈക്ക് സോപ്പുള്ള ഭയങ്കര അലർജിയാ. ചോറിന് തടിച്ച അവസാനം വന്ന പോലെ ആകും എന്റെ കൈയൊക്കെ. അത് സാരാക്കണ്ട. എന്നാ ഇന്ദുമതി ഒരു കാര്യം ചെയ്യ, കറിക്കുള്ള പച്ചക്കറി അരിഞ്ഞാ മതി. അതിപ്പോ ഞാൻ പാചകം ചെയ്താ ഇവിടുത്തെ പിള്ളേർക്ക് പിടിക്കോ? പൊതുവേ എനിക്ക് കൈപ്പുണ്യം ഇല്ലാന്നാ എല്ലാരും പറയുന്നത്. ഒക്കെ വനജ തന്നെ ചെയ്താ മതി. എനിക്ക് മോൾക്കെന്തേ കിളിക്ക് കൊടുക്കുന്ന പോലെ ഇത്തിരി പോലും തന്നാ മതി. അയ്യോ, ഞാനേ 1-2 പേരെ കൂടി വിളിക്കാനുണ്ടായിരുന്നേ. വിളിച്ചിട്ട് ഇപ്പൊ വരാട്ടോ. ഞാൻ വെളുപ്പിനെ പുറപ്പെട്ടു. ഇനിയും തന്നെ കാണാതെ കമ്പനിക്കാരെന്ന് പറഞ്ഞ് ഞാൻ ബാംഗ്ലൂർ തന്നെ നിന്നാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അതാ ഒരുവിധം എല്ലാം ഒതുക്കിയിട്ട് കഴിയുന്നത്ര നേരത്തെ പുറപ്പെട്ടത്. എപ്പോഴും വീഡിയോ കോൾ വിളിക്കുന്നില്ലല്ലോ. എനിക്ക് വിളിക്കാൻ പറ്റുമ്പോഴല്ലേ ഞാൻ വിളിക്കുന്നത്. താൻ പേടിക്കണ്ട, ഞാൻ തന്നെ കാണാൻ എന്നെ കൂടെ മുത്തശ്ശി വിളിക്കുന്നെന്ന് മുത്തശ്ശിക്കറിയാം. നമ്മൾ തമ്മിൽ എങ്ങനെയെങ്കിലും ഒരു കോണ്ടാക്ട് ഉണ്ടാവട്ടെ എന്ന് മുത്തശ്ശി വിചാരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആ, താൻ സ്കൂളിൽ പോകുന്നതിന് അമ്മ എതിരഭിപ്രായം വല്ലെന്ന് പറഞ്ഞു. അമ്മയുടെ വാക്ക് കേട്ട് നീ അവരുടെ ചേലത്തുമ്പിൽ തൂങ്ങി സ്കൂളിലേക്ക് പോകാന്നാണോ വിചാരം? എങ്കിലേ ആ മോഹം അങ്ങ് ഉപേക്ഷിച്ച് എന്നെ വെട്ടി സ്കൂളിന്റെ മാനേജർ ആകാന്നുള്ള നിന്റെ ഈ അതിമോഹം ഉണ്ടല്ലോ, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. മര്യാദയ്ക്ക് പറയുക, ഇനി ആ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ നീ കാല് കുത്തിയെന്ന് അറിഞ്ഞ നിന്റെ ഈ ആവതുള്ള കാലുണ്ടല്ലോ, അതും കൂടി ഞാൻ തല്ലി ഓടിക്കും. ഈ വീട് വിട്ട് പുറത്തിറങ്ങി പോവരുത്. താനെന്താ ഒന്നും മിണ്ടാത്തെ? അമ്മ എന്തെങ്കിലും ഉടക്കെടുത്തിട്ടുണ്ടാവും അല്ലേ? എന്താടോ, തന്നോട് തിരക്കിലാണോ? എനിക്ക് താൻ വെച്ചോ, ഞാൻ ബ്രേക്ക് ടൈമിൽ വിളിക്കാം. ഓക്കെ. സാറേ, നമ്മൾ ഏത് റൂട്ടിലാണ് പോകുന്നത്? ഏത് റൂട്ടിൽ പോയാലും വിരോധമില്ല. എത്രയും പെട്ടെന്ന് എനിക്ക് തിരുവനന്തപുരത്തെത്തണം. എങ്കിൽ നമുക്ക് മധുര തിരുനെൽവേലി വഴി പോവാം സാർ, അതാ എളുപ്പം. ഓക്കെ ഓക്കെ. മാഡം, ചായ. എന്നോട് ചായ വാങ്ങാൻ ആരാ പറഞ്ഞെന്നാണോ? അത് ഞാനാ മേഡം ഇവിടുത്തെ സ്കൂൾ ലീഡർ. ഇതൊക്കെ എന്റെ ജോലി പറഞ്ഞിട്ടുള്ളതാ. പേരിനൊരു പ്യൂണുണ്ട് ഇവിടെ. അയാളാണെങ്കിലേ ഒരു ജോലിയും ചെയ്യില്ല. എല്ലാ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കും.
ശരിക്കും അത് ചെയ്യാൻ പാടില്ലാത്തതാ. പക്ഷെ ഇവിടുത്തെ രീതികളൊക്കെ ഇങ്ങനെയാണ് മാഡം. സത്യം പറയാലോ, ടീച്ചേഴ്സിന് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ ഒരു താല്പര്യമില്ല. ഒക്കെ ഒരു നേർച്ച കാട്ടലേ ഇവിടെ. അതുകൊണ്ടെന്താ ഈ ജില്ലയിൽ ഇപ്പോ ഏറ്റവും കുറവ് വിജയ ശതമാനമുള്ള സ്കൂൾ ഇതാ. കഴിഞ്ഞ ആനുവൽ എക്സാമിന് എല്ലാ വിഷയത്തിനും വിജയിച്ച ഒരു കുട്ടി ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ.